നമ്മുടെ യാത്രയിൽ എൻ്റെ ലിസ്റ്റിലില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. രാജസ്ഥാനിലെ ജയ്സൽമേറിലെ സമ്പന്നമായ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ പുതുതായി ചേർത്തതാണ് കേട്ടോ ഈ കാണുന്ന മന്ദിർ പാലസ് എന്ന് പറയുന്നത്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു കൊട്ടാരത്തിൽ നമുക്കിന്ന് താമസിക്കാനായിട്ടുള്ള ഒരു സൗകര്യം കൂടിയും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം 4 സ്റ്റാർ ഹോട്ടലായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കാനായിട്ട് ഒരു ദിവസം 15,000-20,000 രൂപയൊക്കെയാണ് കേട്ടോ റെൻ്റായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ഹോട്ടലിലേക്ക് താമസിക്കുന്നവർക്ക് മാത്രമല്ല, പുറമേ നിന്നുള്ളവർക്കും ഈ ഹോട്ടലൊക്കെ ഒന്ന് വന്ന് കാണാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു കൊട്ടാരം വന്ന് കാണാനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ. ഒരാൾക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ട് 160 രൂപയാണ്. പിന്നെ നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 30 രൂപ എക്സ്ട്രാ ചാർജ് ആയിട്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഫോട്ടോ എടുക്കാതെ ഇതിനകത്ത് പോണതിലൊരു അർത്ഥമില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്കും മനോഹരമായ കൊത്തുപണികളാൽ തീർത്തപ്പെട്ട ഒരു കൊട്ടാരമാണ് കേട്ടോ ഇത്. ഇന്തോ സരസനിക് ആർക്കിടെക്ചറൽ രീതിയാണ് കേട്ടോ ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. 160 രൂപയുടെ ഒരു ടിക്കറ്റും പിന്നെ 30 രൂപയുടെ മൊബൈലും ഫോണും ക്യാമറ ഒക്കെ യൂസ് ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി ആ ഒരു ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ അകത്ത് കയറിയപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടത്, ആദ്യം നമ്മൾ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഒരു കൊട്ടാരമാണിത്. ആ കൊട്ടാരത്തിലെ കൊത്തുപണികളും അതുപോലെ തന്നെ ആ ജാളി വർക്കുകളും ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് പാറ്റേണിൽ ചേഞ്ചസുകൾ വന്നിട്ടുള്ളത് കേട്ടോ. ഓരോ ഡിസൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഈ റിപ്പീറ്റ് ചെയ്ത ഡിസൈന് റാൻഡമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കിടക്കുന്ന വഴിയിൽ ഒരു ബാറ്ററി കാർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊരു മ്യൂസിയം കൂടി ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഹോട്ടൽ മാത്രമല്ല, ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം ഹോട്ടൽ മാത്രമല്ല, ഇവിടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുറച്ച് സംഭവങ്ങൾ ഇവിടെ നമുക്ക് ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയും കാണാനുള്ളൊരു സൗകര്യം ഈ 160 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പോർഷനിലേക്ക് എത്തും. അപ്പോൾ ആ ഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രൈസൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ കൊത്തുപണികൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സെയിം ഡിസൈൻ തന്നെ പല രീതിയിൽ റാൻഡമായിട്ടാണ് അവരിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മളിതിലേക്ക് കയറുമ്പോൾ നമ്മളിങ്ങനെ തൊട്ടും തലോടിയൊക്കെ പോവാന്ന് പറയില്ലേ, അതേപോലത്തെ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനുള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പോവും. അത്രയ്ക്കും സൂക്ഷ്മമായിട്ടും അതേപോലെയാണ് കേട്ടോ ഈ കൊട്ടാരം പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ അവർ നമുക്ക് കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കട്ടിലുകൾ, അതുപോലെ കുട്ടികൾക്കുള്ള തൊട്ടിലുകൾ, ഇതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഒന്ന് കയറി നോക്കാം. പിന്നെ രാജാവിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണുന്നത് തൊട്ടിലുകളാണ് കേട്ടോ. പല രീതിയിലുള്ള തൊട്ടിലുകൾ, അതുപോലെ തന്നെ സോഫകൾ, കുറേ കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തും ചെറിയ രീതിയിലുള്ള കൊത്തുപണികളുണ്ട്. പിന്നെ ഇത് ഹോട്ടലാണ് തൊട്ടപ്പുറത്തുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അകത്ത് കയറുമ്പോൾ മനസ്സിലാവും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിനകത്ത്. പുറമേ ഇല്ലെങ്കിലും അകത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, നല്ല നീറ്റാണ്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ അവരുപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കിട്ടും. പിന്നെ കുറച്ചുകൂടി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മ്യൂസിയം ഉണ്ടെന്നാണ് കേട്ടോ അവിടെ പറഞ്ഞത്. മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന, യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ, അതേപോലെ റാണിമാർ ഉപയോഗിച്ചിരുന്ന അവരുടെ മേക്കപ്പ് സംഭവങ്ങൾ, ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേ ഇങ്ങനെ പോകുമ്പോൾ നമ്മളിത് തൊട്ടും തലോടിയും അല്ലെങ്കിൽ അതിനെ തഴുകി തലോടി ഇതൊക്കെയാണ് പോകുള്ളൂ. അത്രയ്ക്കും മനോഹരമാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കൊത്തുപണിയിൽ. അത് അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കാതെ പോകാനായിട്ട് പറ്റില്ല. പിന്നെ എല്ലാ മ്യൂസിയങ്ങളിലുള്ള പോലെ തന്നെ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. തോക്കുകളുണ്ട്, വാളുകളുണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു റയർ ഐറ്റം എന്ന് പറയാനായിട്ടില്ല. പിന്നെ ഈ ഒരു വഴിക്ക് ഞാൻ കടന്നു പോയപ്പോൾ ഈ ഒരു കൊത്തുപണികൾ കണ്ടപ്പോൾ ഇതിനകത്ത് കയറിയെന്നുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മന്ദിർ പാലസ് എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇത് തൊട്ടടുത്ത് തന്നെയാണ്, ജയ്സൽമേർ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടലുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മന്ദിർ പാലസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ.
ഈ രാജാക്കന്മാരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും പിന്നെ കുക്കിംഗ് രീതികളും കുന്തങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. വലിയ കാര്യമായിട്ട് 160 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ കാണാനായിട്ടുള്ളത് ഞാൻ കാണിച്ചു ആദ്യമേ തന്നെ. ആ ഒരു കൊത്തുപണി, ആ ഒരു ഭംഗിയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഹവേലി കാണാനായിട്ടാണ്. അപ്പോൾ ഹവേലിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ വാളുകളും കത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ജയ്സൽമീറിലെ ഫോർട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഹവേലിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബൈ.